ഗോപാലകൃഷ്ണൻ ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭു ചാതുർമാസ്യം സമയത്താണ് ശ്രീരംഗം ക്ഷേത്രത്തിൽ വരുന്നത്. അതായത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിൽ മഹാപ്രഭു തിരുനാമം ജപിച്ചുകൊണ്ട് സങ്കീർത്തനം ചെയ്തുകൊണ്ട് മഹാപ്രഭുവിന്റെ കൂടെ എപ്പോഴും ധാരാളം അനുയായികൾ ഉണ്ടാവും. അങ്ങനെ കാവേരി നദിയുടെ തീരത്ത് ശ്രീരംഗം ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ കാവേരി നദിയിൽ കുളിച്ചിട്ട് ക്ഷേത്ര ദർശനത്തിനായിട്ട് രംഗനാഥന്റെ ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പൊ മഹാപ്രഭു തിരുനാമം ജപിച്ച് ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ മഹാപ്രഭുവിനെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ അവരെല്ലാം അത്ഭുത സ്തബ്ധരായി. കാരണം മഹാപ്രഭുവിന്റെ തേജസ് എന്ന് പറയുന്നത് അത്യധികമാണ്. അത് തന്നെയുമല്ല, സുവർണ്ണ നിറം, കാൽമുട്ട് വരെ നീണ്ടു കിടക്കുന്ന കൈകൾ, 8 അടി ഉയരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ അവരെ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. അപ്പൊ എല്ലാവരും തന്നെ അത്ഭുത സ്തബ്ധരായിട്ട് മഹാപ്രഭുവിനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് തന്നെയുമല്ല, മഹാപ്രഭുവിന്റെ ആ നാമജപം അവിടെയുള്ളവരെല്ലാം അവരെ മഹാപ്രഭുവിനോടൊപ്പം തന്നെ തിരുനാമം ജപിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മഹാപ്രഭു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു, രംഗനാഥനെ നമസ്കരിക്കുന്നു, ദണ്ഡവത് പ്രണാമം അർപ്പിച്ചിട്ട് അവിടെ മൂർച്ഛിച്ച് വീഴുകയാണ് ചെയ്യുന്നത് രംഗനാഥന്റെ ദർശനം എടുത്തിട്ട്. അപ്പം വെങ്കടഭട്ടൻ അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ പൂജാരിയായിരുന്നു വെങ്കടഭട്ടൻ. അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം. ആൾക്കാരെല്ലാം ചുറ്റിനും തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അവരെയൊക്കെ വകഞ്ഞു മാറ്റി വെങ്കടഭട്ടൻ മഹാപ്രഭുവിന്റെ അടുത്തെത്തി. അപ്പൊ മഹാപ്രഭുവിനെ കണ്ടതോടുകൂടി തന്നെ വെങ്കടഭട്ടന് മനസ്സിലാകും ഇതൊരു സാധാരണ സന്യാസി അല്ല, ഇതൊരു ദിവ്യത്വമുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ വെള്ളം തളിച്ചിട്ട് ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ മഹാപ്രഭു എഴുന്നേറ്റ് വെങ്കടഭട്ടനെ ആലിംഗനം ചെയ്തു. കൃഷ്ണ കൃഷ്ണ എന്നൊരുവിട്ടുകൊണ്ട് ആലിംഗനം ചെയ്തു. അപ്പൊ വെങ്കടഭട്ടന് ഭയങ്കരമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഉന്മാദ തലത്തിൽ വെങ്കടഭട്ടൻ എത്തുകയും ചെയ്തു. വെങ്കടഭട്ടൻ മഹാപ്രഭുവിനെ കൂട്ടി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ 4 മാസം അവിടെ താമസിക്കാനായിട്ട് മഹാപ്രഭുവിനോട് അപേക്ഷിച്ചു. മഹാപ്രഭു അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസവും കാവേരി നദിയിൽ സ്നാനം ചെയ്തിട്ട് രംഗനാഥന്റെ ദർശനം എടുക്കുമായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അവിടെ തിരുനാമം ചെയ്യുകയും അവിടെ ഉള്ളവർക്ക് കൃഷ്ണ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം വെങ്കടഭട്ടന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ഉള്ളവരെയൊക്കെ കൃഷ്ണ ഭക്തരാക്കി മാറ്റി. കാരണം ഇവരെ വെങ്കടഭട്ടനൊക്കെ അത് രംഗനാഥൻ എന്ന് പറയും ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. അതായത് രാമാനുജ ആചാര്യരുടെ പിൻഗാമികളാണ് ഇവരെല്ലാം. അവര് രംഗനാഥനെയാണ്, അതായത് വിഷ്ണുവിനെയാണ് അവര് ആരാധിക്കുന്നത്. ലക്ഷ്മി നാരായണൻ, അതാണ് അവരുടെ സങ്കല്പം. ലക്ഷ്മി നാരായണനെയാണ് അവര് ആരാധിക്കുന്നത്. മഹാപ്രഭുവിനെ അവരെ കുടുംബത്തിലുള്ളവർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും മഹാപ്രഭുവിനെ അവര് സേവനം ചെയ്യുകയും ചെയ്തു. മഹാപ്രഭു അവർക്കെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങള് പറഞ്ഞു കൊടുത്തു. ശരിക്കും ഗോലോകം തന്നെ വെങ്കടഭട്ടന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന മാതിരിയായിരുന്നു അവിടെ ഉള്ളവർക്ക് അനുഭവപ്പെട്ടത്. അത്രമാത്രം ഹൃദ്യമായിരുന്നു മഹാപ്രഭുവിന്റെ സാന്നിധ്യം. അപ്പം വെങ്കടഭട്ടനോട് ലക്ഷ്മി നാരായണനെ വിട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കാനായിട്ട് പറയുകയും ലക്ഷ്മി നാരായണൻ, അതായത് ലക്ഷ്മി ദേവി പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കാമ്യവനത്തിന് പുറത്ത് ഇന്നും ലക്ഷ്മി ദേവി തപസ് ചെയ്യുന്നുണ്ട്. കാരണം രാസലീലയിൽ പങ്കെടുക്കാൻ എല്ലാവരും എത്തി, പക്ഷെ ലക്ഷ്മി ദേവിക്ക് സാധിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാല് വൃന്ദാവനം എന്ന് പറയുന്നത് ഭക്തിയുടെ കേന്ദ്രമാണ്. ഭക്തി ഉള്ളിടത്ത് ഓപ്പുലൻസ് അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നും നമുക്കറിയാം വൃന്ദാവനത്തിൽ നിന്ന് കോൺക്രീറ്റ് വനങ്ങളാണ്. പക്ഷെ എങ്കിലും കാമ്യവൻ, ഭാണ്ഡീരവൻ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും ശരിക്കും ആ ഒറിജിനൽ വ്രജം തന്നെയാണ്. ഓല മേഞ്ഞത്, പനിയോല കൊണ്ട് മേഞ്ഞ ചെറിയ ചെറിയ കുടിലുകളാണ് കാണുന്നത്. അതും തറയൊക്കെ ചാണകം മെഴുകിയതാണ്. അതുപോലെ തന്നെ ധാരാളം കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും അവർ ആ പണ്ടത്തെ ആ രീതിയിലാണ് ഇന്നും അവർ പശുക്കളെ വളർത്തി കൃഷി ചെയ്തൊക്കെയാണ് അവരിന്നും ജീവിക്കുന്നത്. അപ്പം അതേക്കുറിച്ചിട്ട് വെങ്കടഭട്ടനും കുടുംബത്തിനും പറഞ്ഞു കൊടുക്കുകയും അവരെ കൃഷ്ണഭക്തരാക്കി മാറ്റുകയും ചെയ്തു.
അതുപോലെ തന്നെ വിഷ്ണു കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് വിഷ്ണുവിന് 60 ഗുണങ്ങളേ ഉള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാന് 64 ഗുണങ്ങളുണ്ട്. അതായത് രൂപമാധുരി, ലീലമാധുരി, ഭക്തമാധുരി, വേണുമാധുരി, ഇങ്ങനെ 4 കാര്യങ്ങളില് വിഷ്ണുവും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് വിഷ്ണു എന്ന് പറയുമ്പം ചതുർഭുജ രൂപമാണ്, 3 കൈയിലും ആയുധങ്ങളാണ്, ഒരു കൈയില് താമരപ്പൂ. അതേസമയം കൃഷ്ണന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമേ ഇല്ല, ഒരു ഓടക്കുഴൽ മാത്രമാണ് ഉള്ളത്. അതാണ് വേണുമാധുരി. ആ ഓടക്കുഴൽ വായിച്ചിട്ട് ആരുടെയും ഹൃദയത്തെ, എല്ലാവരുടെയും ഹൃദയത്തെ കവരാനുള്ള ഒരു കഴിവ് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. പക്ഷെ വിഷ്ണുവിന്റെ സമീപത്തേക്ക് ആരും പോവില്ല. കാരണം വിഷ്ണു എപ്പോഴും ഒരു ഗാംഭീര്യ ഭാവത്തിലാണ്. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്, ഇപ്പൊ അതിലേക്ക് കടക്കാൻ സമയമില്ല. അതുപോലെ തന്നെ ഭക്തമാധുരി, കൃഷ്ണനെ ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടില്ല, എപ്പോഴും ഒരു പറ്റ അനുയായികൾ ഉണ്ടാവും, ഗോപന്മാരുണ്ടാവും. അതേസമയം വിഷ്ണു ആണെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണ്, ഇല്ലേ? പിന്നെ ലീലമാധുരി, വിഷ്ണുവിന് തന്റെ ഭക്തന്മാരുമായിട്ട് വിഷ്ണു ലീലകൾ നടത്തില്ല. അതേസമയം ഭഗവാനാണെങ്കിലോ തന്റെ ഭക്തരുമായിട്ട് ഏത് തരത്തിലുള്ള ലീലകൾ നടത്താനും തയ്യാറാണ്. പിന്നെ രൂപമാധുരി, അതായത് ഓടക്കുഴലിൽ പിടിച്ചു നിൽക്കുന്ന ത്രിഭംഗ സുന്ദരനായിട്ടുള്ള ശ്യാമസുന്ദരന്റെ രൂപം, അത് ആരുടെ മനസ്സിനെയാണ് കവരാത്തത്? ഒരു കൊച്ചുകുട്ടിയെ പോലും വളരെയധികം ആകർഷിക്കുന്നതാണ് ആ രൂപം. അതുപോലെ തന്നെ എത്ര നിരീശ്വരവാദിയായാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ത്രിഭംഗ സുന്ദരനായിട്ടുള്ള രൂപം കണ്ടാൽ ആ വിഗ്രഹത്തെ ഒന്ന് നോക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതേസമയം വിഷ്ണുവിന് തന്റെ ഭക്തരെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. ഇങ്ങനെ എല്ലാം പറഞ്ഞ് വെങ്കടഭട്ടനെയും കുടുംബത്തെയും ആ കൃഷ്ണഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് മഹാപ്രഭു മനസ്സിലാക്കി. അപ്പൊ വെങ്കടഭട്ടന് ഒരു മകനുണ്ട്, കുട്ടിക്ക് ഗോപാലൻ എന്നാണ് പേര്. 10 വയസ്സായി ആ സമയം. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വളരെയധികം ഇഷ്ടമായി ഗോപാലന്. ദിവസവും ഗോപാലൻ മഹാപ്രഭുവിനെ ദണ്ഡവത് പ്രണാമം അർപ്പിക്കും. അതുപോലെ തന്നെ മഹാപ്രഭു ആ കുട്ടിയെ പിടിച്ച് മടിയിലിരുത്തി ആശ്ലേഷിക്കുകയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മഹാപ്രഭുവിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാനുള്ള ഭാഗ്യവും ഗോപാലന് കിട്ടി. അതായത് മഹാപ്രഭു ഗോപാലനെ ഭാവിയിലെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രമുഖ ആചാര്യനായിട്ട് വളർത്തിയെടുക്കുകയായിരുന്നു ഈ 4 മാസം കൊണ്ട് മഹാപ്രഭു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മഹാപ്രഭു ചാതുർമാസ്യം കഴിഞ്ഞു. പിന്നീട് തന്റെ യാത്ര തുടരുകയും ആ സമയം ഗോപാലന് ഭയങ്കരമായിട്ട് സങ്കടമായി. ഗോപാലൻ മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് കരഞ്ഞ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും വരുന്നു അങ്ങയോടൊപ്പം. അപ്പോഴേക്കും ഗോപാലൻ പരിപൂർണമായിട്ട് വിരക്തി വന്നിരുന്നു. എനിക്ക് ഗൃഹജീവിതം എനിക്ക് വേണ്ട, ഞാനും വരുന്നു അങ്ങയോടൊപ്പം. പക്ഷേ മഹാപ്രഭു വിലക്കി, നിനക്ക് ഇപ്പോൾ സമയമായിട്ടില്ല, നിനക്ക് സമയമാകുമ്പം ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ വൃന്ദാവനത്തിലേക്ക് വിളിക്കും, ആ സമയം നിനക്ക് എൻ്റെ സാമീപ്യം അനുഭവിക്കാൻ സാധിക്കും, അന്ന് വന്നാ മതി. അതുവരേക്കും നീ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിച്ചുകൂട്ടുക എന്ന് പറഞ്ഞ് മഹാപ്രഭു തന്റെ യാത്ര തുടർന്നു. അപ്പൊ വെങ്കടഭട്ടന് അങ്ങനെ അച്ഛനമ്മമാര് വയസ്സായി, അവര് അന്തിമ സമയം എത്തിയപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ അന്തിമ സമയമായി, നീ അത് കഴിഞ്ഞാൽ നീ മഹാപ്രഭുവിന്റെ ദർശനത്തിനായിട്ട് പൊയ്ക്കുള്ളൂ എന്ന്. അങ്ങനെ അച്ഛനമ്മമാരുടെ മരണശേഷം ഗോപാലഭട്ട ഗോസ്വാമി വൃന്ദാവനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ മഹാപ്രഭു ഇല്ല എന്ന്. അപ്പൊ വളരെയധികം വിഷമം തോന്നിയെങ്കിലും രൂപ ഗോസ്വാമിയെ സനാതന ഗോസ്വാമിയെ കണ്ടുമുട്ടുകയും അവരോട് മഹാപ്രഭു പറഞ്ഞിരുന്നു, ഇങ്ങനെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാൾ വരും, അദ്ദേഹത്തെ നിങ്ങളുടെ സഹോദരനായിട്ട് തന്നെ കണക്കാക്കി ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. അത് പ്രകാരം ഇവരെ ഗോപാലഭട്ട ഗോസ്വാമിയെ സ്വീകരിക്കുകയും മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെ, വൈഷ്ണവ സദാചാരങ്ങളെ ഇങ്ങനെയെല്ലാം പഠിപ്പിച്ച് അതില് പ്രവീണനാക്കി ഇവര് രണ്ടുപേരും. അത് തന്നെയുമല്ല രൂപ ഗോസ്വാമി മഹാപ്രഭുവിനെ വിവരം അറിയിക്കുകയും ചെയ്തു, ഇങ്ങനെ ഗോപാലൻ ശ്രീരംഗത്തു നിന്നും വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ട് എന്ന്. അപ്പൊ മഹാപ്രഭു ഒരു ദൂതന്റെ കൈവശം ഗോപാലഭട്ട ഗോസ്വാമിക്ക് തന്റെ കൗപീനവും ഒരു ബാഹ്യ വസ്ത്രവും കൊടുത്തയച്ചു.
അത് വളരെ ഒരു നിധി സൂക്ഷിക്കുന്ന മാതിരി ഗോപാലഭട്ട ഗോസ്വാമി തന്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. പിന്നീട് കാശിയിൽ വെച്ചിട്ടാണ് ഗോപാലഭട്ട ഗോസ്വാമിക്ക് മഹാപ്രഭുവിനെ കാണാന് അവസരം കിട്ടുന്നത്. അപ്പോൾ മഹാപ്രഭുവിന്റെ ദർശനം നേരിട്ടെടുക്കുകയും മഹാപ്രഭു ചില കാര്യങ്ങൾ ഗോപാലഭട്ട ഗോസ്വാമിയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഗോപാലഭട്ട ഗോസ്വാമി ആ ദൗത്യം പൂർത്തിയാക്കുന്നതിലായിരുന്നു ഗോപാലഭട്ട ഗോസ്വാമിയുടെ ശ്രദ്ധ. അപ്പൊ വെങ്കടഭട്ടയ്ക്ക് ഒരു സഹോദരനുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. അതിലൊരാള് പ്രബോധാനന്ദ സരസ്വതിയാണ്. മായാവാദി സന്യാസിയാണ്, ത്രിദണ്ഡി സന്യാസിയായിരുന്നു പ്രബോധാനന്ദ സരസ്വതി. ആ പ്രബോധാനന്ദ സരസ്വതി ഗോപാലഭട്ട ഗോസ്വാമി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശാസ്ത്രങ്ങളും സംസ്കൃതവും എല്ലാം നല്ലവണ്ണം പഠിപ്പിച്ചെടുത്തിരുന്നു. അത് കാരണം സംസ്കൃതത്തിലും വ്യാകരണത്തിലൊക്കെ വളരെയധികം പ്രഗത്ഭനായിരുന്നു ഗോപാലഭട്ട ഗോസ്വാമി. ഇപ്പം ഗോപാലഭട്ട ഗോസ്വാമി മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഹാപ്രഭുവും ഗോപാലഭട്ട ഗോസ്വാമിയോട് പറയും. അത് കഴിഞ്ഞിട്ട് മഹാപ്രഭു അവിടം വിട്ടു പോകും. അപ്പോൾ വിരഹവേദനയാണ് ഗോപാലഭട്ട ഗോസ്വാമിക്ക്. ഇനി എപ്പോഴാണ് എനിക്ക് മഹാപ്രഭുവിന്റെ ദർശനം കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളെ എപ്പോഴും എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ സ്വപ്നത്തിൽ വന്നിട്ട്, അതായത് അതിസുന്ദരനായിട്ടുള്ള കൃഷ്ണ രൂപം കാണാന് ഗോപാലഭട്ട ഗോസ്വാമിക്ക് സാധിച്ചു. ആ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ആ ഡിവോഷൻ മൂലം ആ കൃഷ്ണ വിഗ്രഹം പെട്ടെന്ന് സുവർണ നിറത്തിലുള്ള ഗൗരാംഗനായിട്ട് മാറുകയും ഗോപാലഭട്ട ഗോസ്വാമിയുടെ നേപ്പാളിലേക്ക് വരാൻ ഞാൻ നേപ്പാളിലുണ്ട്, നീ നേപ്പാളിലേക്ക് തീർത്ഥയാത്ര നടത്തുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗോപാലഭട്ട ഗോസ്വാമി നേപ്പാളിലേക്ക് തീർത്ഥയാത്ര നടത്താൻ തീരുമാനിക്കും. അങ്ങനെ നേപ്പാളിലെത്തി. പക്ഷെ മഹാപ്രഭുവിനെ അവിടെ എല്ലാം അന്വേഷിക്കും. പക്ഷെ മഹാപ്രഭുവിനെ കണ്ടുകിട്ടില്ല. അങ്ങനെ ഗണ്ഡകി നദിയുടെ തീരത്ത് വളരെ ദുഃഖിതനായിട്ട് മഹാപ്രഭുവിന്റെ വിരഹത്താൽ അവിടെ മൂർച്ഛിച്ച് വീഴും. അബോധാവസ്ഥയിൽ അവിടെ വീണ് കിടക്കും. അങ്ങനെ കിടന്ന് നേരം പുലരുമ്പോൾ തിരിച്ച് ബോധം വീണ്ടെടുക്കുകയും അങ്ങനെ ആ ഗണ്ഡകി നദിയിൽ കുളിക്കാനായിട്ട്, അതായത് സൂര്യ നമസ്കാരം ചെയ്യാനായിട്ട് ഗണ്ഡകി നദിയിൽ ഇറങ്ങി കുളിക്കും. അപ്പം തന്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ പാത്രത്തില് ജലമെടുക്കും സൂര്യദേവന് അർപ്പിക്കാനായിട്ട്. പക്ഷെ ആ ജലം എടുക്കുമ്പോൾ അതില് സാളഗ്രാമങ്ങളാണ് കയറുക. അത് വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും വെള്ളം എടുക്കാൻ ശ്രമിക്കും. പക്ഷെ വീണ്ടും അതേ സാളഗ്രാമങ്ങളെ തന്നെ ആ പാത്രത്തിൽ കയറും. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചപ്പോൾ ഗോപാലഭട്ട ഗോസ്വാമി തീരുമാനിക്കും, ഇത് ഞാൻ തന്നെ എടുക്കാം, എന്നോടൊപ്പം ഇത് ഇരിക്കട്ടെ, ഇതിനെ ഞാൻ പൂജിച്ച് ആരാധിക്കാം എന്ന് കരുതി അത് കയ്യിലെടുത്തിട്ട് അതൊരു തുണിയിലെ കിഴി പോലെ കെട്ടി അത് കഴുത്തിൽ തൂക്കിയിട്ടുകൊണ്ടാണ് ഗോപാലഭട്ട ഗോസ്വാമി നടക്കുന്നത്. അങ്ങനെ നടന്ന് ഭിക്ഷയാചിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭവനത്തിൽ കയറി ചെല്ലും, ഭിക്ഷയാചിക്കും. അപ്പൊ അവർക്ക് അവിടെ ഒരു ദമ്പതികളാണ് താമസിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു, അവർക്ക് ഒരു സന്താനമില്ല. സന്തതിയില്ലാത്തതിനാൽ അവര് വളരെ ദുഃഖിതരായിരുന്നു. അപ്പം ഗോപാലഭട്ട ഗോസ്വാമി അവരെ ആശ്വസിപ്പിച്ചിട്ട് പറയും, താമസിയാതെ നിങ്ങൾക്കൊരു സന്തതിയെ കിട്ടും. അപ്പൊ അവര് മനസ്സില് ഇങ്ങനെ സങ്കല്പിക്കും, ഞങ്ങൾക്ക് സന്തതി ഉണ്ടായാൽ ഇദ്ദേഹത്തിന്റെ സേവകനായിട്ട് ആ കുട്ടിയെ വൃന്ദാവനത്തിലേക്ക് അയക്കാം എന്നവര് തീരുമാനിക്കും. അപ്പം ഗോപാലഭട്ട ഗോസ്വാമി ആ സാളഗ്രാമ ശിലകളുമായിട്ട് വൃന്ദാവനത്തിലെത്തി. അവിടെ അദ്ദേഹത്തിന്റെ ഭജന സ്ഥലം എന്ന് പറയുന്നത് ഒരു ആൽമരമാണ്. ആൽമരത്തിന്റെ ചുവട്ടിലാണ് അദ്ദേഹം ഇരുന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം വീണ്ടും ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വരികയും അവിടെ ആ വൃക്ഷത്തിന്റെ കൊമ്പില് ഒരു സഞ്ചിയിലെ ഈ സാളഗ്രാമശില തൂക്കിയിടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം സങ്കടമുണ്ട്. തനിക്കൊരെല്ലാം രൂപ ഗോസ്വാമിക്ക് സനാതന ഗോസ്വാമിക്കൊക്കെ വിഗ്രഹങ്ങളുണ്ട് വെച്ച് ആരാധിക്കാനായിട്ട്. പക്ഷെ എനിക്ക് ഈ സാളഗ്രാമ ശിലയാണല്ലോ, ഒരു വിഗ്രഹമില്ലല്ലോ എനിക്ക് വെച്ച് ആരാധിക്കാൻ എന്നുള്ള ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം പതിവായിട്ട് യമുനാ നദിയിൽ കുളിക്കുകയും കുളിച്ചു വന്നിട്ട് ഈ സാളഗ്രാമ ശിലയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യും. പിന്നീട് തന്റെ ജോലികളിൽ, അതായത് മഹാപ്രഭു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്യും. അപ്പം ഈ ആൽമര ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താന്ന് വെച്ചാല് ശ്രീകൃഷ്ണ ഭഗവാൻ
മധുരയിലേക്ക് പോകുന്ന സമയത്ത് രാധാറാണി അവസാനമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം ആണ് ഈ ആൽമരം. ആൽമരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ആൽവൃക്ഷത്തിന് ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഗോപാലഭട്ട ഗോസ്വാമി കുളി കഴിഞ്ഞ് കരയിലേക്ക് കയറി ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നു. പതിവ് പോലെ ഈ ബാഗ് എടുത്തിട്ട് അതിനെ തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു ഈ സാളഗ്രാമശില. ആ തുണി മാറ്റി നോക്കുമ്പോൾ അതിലൊരു ശില അതിസുന്ദരനായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിലേക്ക് മാറിയിരുന്നു. അതായത് രൂപ ഗോസ്വാമിക്ക് സനാതന ഗോസ്വാമിക്ക് കിട്ടിയ പോലത്തെ വിഗ്രഹമല്ല, അതിസുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞു വിഗ്രഹം, ഒരു കുട്ടി കൃഷ്ണൻ ആയിട്ടാണ്. അത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പുഞ്ചിരി, അതായത് പല്ല് പുറത്തേക്ക് കാട്ടിയുള്ള പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടെയുള്ള ഒരു കൃഷ്ണ വിഗ്രഹമാണ് കിട്ടിയത്. കയ്യില് ഓടക്കുഴല് പിടിച്ചിട്ടുണ്ട്. അതായത് ആ കൈകളിലെ നഖത്തെയും കാണാൻ സാധിക്കും. അങ്ങനെ പല്ലും നഖവും ഇങ്ങനെ പുറത്ത് കാട്ടിയിട്ടുള്ള ഒരു വിഗ്രഹമാണ്, ഒരു കുഞ്ഞു കൃഷ്ണന്റെ, കുട്ടി കൃഷ്ണന്റെ വിഗ്രഹമാണ് ഗോപാലഭട്ട ഗോസ്വാമിക്ക് ആ സാളഗ്രാമശില പ്രത്യക്ഷപ്പെട്ട് കൊടുത്തത്. അപ്പം ഗോപാലഭട്ട ഗോസ്വാമിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അദ്ദേഹം സന്തോഷത്താൽ പൊട്ടി പൊട്ടി കരയുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ വിവരം രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമി അറിയിച്ചവിടെ അന്ന് ലോകനാഥ ഗോസ്വാമി, ഭൂഗർഭ ഗോസ്വാമി, പരമാനന്ദപുരി ഇവരെല്ലാം ഉണ്ട് ആ സമയത്ത്. ഒട്ടുമിക്ക നമ്മളുടെ ആചാര്യന്മാരും ആ സമയത്ത് അവിടെ ഉണ്ട്. അന്ന് വൃന്ദാവനം എന്ന് പറയുന്ന വൃന്ദാവനത്തിന്റെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം നമ്മളുടെ ആ പരമ്പരയിൽ വരുന്ന മിക്ക ആചാര്യന്മാരും ഒത്തുകൂടിയിരുന്നു അന്ന് വൃന്ദാവനത്തിൽ. എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും വരുന്നു, എല്ലാ വൃദ്ധവാസികളെ അറിയിച്ചു. അവരെല്ലാവരും കൂടി ആ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്തു, പൂജകൾ ചെയ്ത് അവിടെ തന്നെ അതിനെ, ആ ആൽമരത്തിന്റെ ചുവട്ടിൽ തന്നെ അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായി അവിടെ വരികയും അദ്ദേഹം, അതായത് സാളഗ്രാമശിലയെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യവസായി അവിടെ വരുന്നത്. വ്യവസായി വന്നിട്ട് ഗോപാലഭട്ട ഗോസ്വാമിക്ക് ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊടുക്കും, ആ ഭഗവാനെ അണിയിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഗോപാലഭട്ട ഗോസ്വാമി പറയുന്നത് എനിക്ക് എന്തിനാണ്, എനിക്ക് സാളഗ്രാമശിലയാണുള്ളത്, അപ്പൊ ഇത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പൊ അദ്ദേഹം പറയും ഇല്ല ഇല്ല, ഇത് ഞാൻ അങ്ങേക്ക് തന്നെ കൊണ്ടുവന്നതാണ്, ഇത് അങ്ങ് തന്നെ ഇത് കൈവശം വെക്കണം എന്ന് പറയും. അങ്ങനെ കിട്ടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗോപാലഭട്ട ഗോസ്വാമിയുടെ കയ്യില് ഉണ്ടായിരുന്നു. അതെല്ലാം എന്താ രാധാരമൺ എന്ന് പേരിടുകയും ചെയ്തു ഈ വിഗ്രഹത്തിന്. അപ്പൊ ആ വിഗ്രഹത്തിന് ആഭരണങ്ങളെല്ലാം അണിയിക്കുകയും വസ്ത്രങ്ങളെല്ലാം അണിയിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ പ്രതിഷ്ഠ നടത്തി. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന രാധാരമൺ ക്ഷേത്രം. ഗോപാലഭട്ട ഗോസ്വാമിയുടെ പിൻതലമുറക്കാരാണ് ഇന്നും അവിടെ പൂജ ചെയ്യുന്നത്. അപ്പം ഒരു കുടുംബത്തിൽ കയറി ചെന്നു എന്ന് പറഞ്ഞല്ലേ ഭിക്ഷാന്തേഹിയായിട്ട്, അവിടെ വെച്ചിട്ട് അവരെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് താമസിയാതെ ഒരു പുത്രൻ ലഭിക്കുമെന്ന് അനുഗ്രഹിച്ച് അവർക്ക് പിന്നീട് ഒരു പുത്രൻ ഉണ്ടാവുകയും അങ്ങനെ ആ കുട്ടിയെ അവരെ വൃന്ദാവനത്തിലേക്ക് ഗോപാലഭട്ടയുടെ സേവനത്തിനായിട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം യമുനയിൽ കുളിച്ചു കഴിഞ്ഞ് അദ്ദേഹം തന്റെ ആ പൂജാസ്ഥലത്ത് വന്നപ്പോൾ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ കുട്ടിയെ കണ്ടിട്ട് ചോദിച്ചു, നീ ആരാണ്, നീ ഇവിടെ എന്തിനാണ് വന്നത് എന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ അങ്ങയെ സേവിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ചോദിച്ചു, നീ ആരാണ്, നിന്റെ അച്ഛനമ്മമാരെവിടെ? അപ്പൊ പറഞ്ഞു, എന്റെ അച്ഛനമ്മമാരാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് എന്നപ്പം ഗോപാലഭട്ട ഗോസ്വാമിക്ക് ഓർമ്മ വന്നു. ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഗോപാലഭട്ട ഗോസ്വാമിക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയും ആ കുട്ടിയെ തന്റെ സേവകനായിട്ട് നിർത്തുകയും പൂജാതി കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ഗോപിനാഥ പൂജാരി എന്നാക്കി മാറ്റി. അങ്ങനെ ആ രാധാരമന്റെ പൂജാരിയായിട്ട് മാറി ആ ഗോപിനാഥ പൂജാരി. ഗോപാലഭട്ട ഗോസ്വാമിക്ക് ദീക്ഷ കൊടുത്തത് പ്രബോധാനന്ദ സരസ്വതിയാണെന്നും മഹാപ്രഭുവാണെന്നും ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ഗോപാലഭട്ട ഗോസ്വാമി ഹരിഭക്തി വിലാസം, അതായത് സനാതന ഗോസ്വാമി ചെറിയ രീതിയിൽ അതിന്റെ മൂലഗ്രന്ഥം ഹരിഭക്തി വിലാസം എഴുതി. പക്ഷെ അത് വിപുലമായിട്ട് എഴുതിയത് ഗോപാലഭട്ട ഗോസ്വാമിയാണ്. അതുപോലെ സത്ക്രിയ സാര ദീപിക എന്ന് പറയുന്ന ഗ്രന്ഥവും ഗോപാലഭട്ട ഗോസ്വാമി എഴുതി. അതുപോലെ തന്നെ കൃഷ്ണ കർണാമൃതത്തിന്റെ കമന്ററി എഴുതി. അതുപോലെ തന്നെ രാധാരമന്റെ ആരാധനാ രീതികളെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥവും ഗോപാലഭട്ട ഗോസ്വാമി എഴുതി.
ഗോപാലഭട്ട ഗോസ്വാമിയെ കുറിച്ച് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് കാര്യങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഗോപാലഭട്ട ഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എത്ര നിരീശ്വരവാദികളായാലും അവർക്ക് കൃഷ്ണഭക്തി കിട്ടുമെന്നാണ് പറയുന്നത്. ആ വൃന്ദാവനത്തിലെ ആ ഗോപികമാരും ഭഗവാനുമായിട്ടുള്ള ലീലകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഗോപാലഭട്ട ഗോസ്വാമി വർണ്ണിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഗോപാലഭട്ട ഗോസ്വാമി ഗുണമഞ്ചരിയായിട്ടും രസമഞ്ചരിയായിട്ടും അവരുടെ കമ്പൈൻഡ് ഇൻകാർണേഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ജീവ ഗോസ്വാമിയെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ജീവ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഈ രണ്ട് ഗോസ്വാമിമാരും കൂടിയേ ഉള്ളൂ ഷഡ് ഗോസ്വാമിമാരില്. ജീവ ഗോസ്വാമി സനാതന ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും സഹോദരനായ അനുപമിന്റെ മകനാണ് ജീവ ഗോസ്വാമി. ജീവ ഗോസ്വാമിയെ കുറിച്ചിട്ട് രൂപ ഗോസ്വാമിയുടെ സനാതന ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ജീവ ഗോസ്വാമി കൃഷ്ണ ബലരാമനെ ആരാധിക്കുന്നതില് ഒഴുകിയിരുന്നു. ജീവ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ അത്യധികം തേജസ്സുള്ള ഒരു ബാലനായിരുന്നു. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ സുവർണ നിറത്തിലായിരുന്നു, ഉയർന്ന നാസികയായിരുന്നു, അതുപോലെ വിശാലമായ നെറ്റിത്തടങ്ങള്, അതുപോലെ തന്നെ വീതിയേറിയ നെഞ്ച്, നീണ്ട ഭുജങ്ങള്, അതുപോലെ താമര ഇതൾ പോലുള്ള കണ്ണുകൾ, ഇതൊക്കെ ജീവ ഗോസ്വാമിയുടെ പ്രത്യേകതയായിരുന്നു. ജീവ ഗോസ്വാമിയുടെ ഡിവോഷൻ അതിശക്തമായിരുന്നു. എന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണ ബലരാമ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലാണ് അദ്ദേഹം സമയം ചിലവഴിച്ചിരുന്നത്. മഹാപ്രസാദം ഓഫർ ചെയ്യുമായിരുന്നു. തന്റെ കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോഴൊക്കെ ഈ കൃഷ്ണ ബലരാമനെ കൊണ്ടാണ് കളിക്കുക. കൃഷ്ണന്റെ പാസ്റ്റ് ടൈംസ് ആണ് ഇവരെല്ലാം കളികളില്. അങ്ങനെയുള്ള കളികളിലാണ് ഇവർ ഏർപ്പെട്ടിരുന്നത്. ഇവരെ ഭോഗ സമർപ്പിക്കുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിച്ചിരുന്നു ജീവ ഗോസ്വാമി. എപ്പോഴും ആ ഡേറ്റുകളെ ആലിംഗനം ചെയ്യുമായിരുന്നു. ഉറങ്ങുമ്പോൾ ആ ഡേറ്റുകളെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടാണ് ജീവ ഗോസ്വാമി ഉറങ്ങിയിരുന്നത്. അപ്പം ജീവ ഗോസ്വാമിയുടെ ഈ കൃഷ്ണ ബലരാമനോടുള്ള ആ സ്നേഹം കണ്ടിട്ട് അമ്മയ്ക്കും, അച്ഛൻ മരണപ്പെട്ടു, നേരത്തെ അനുപം മരണപ്പെട്ടു. അതായത് രൂപ ഗോസ്വാമി അനുപമും മഹാപ്രഭുവിന്റെ ദർശനത്തിനായിട്ട് ജോലി രാജിവെച്ചിട്ട് മഹാപ്രഭു ആ സമയം കാശിയിലാണ്. കാശിയിലേക്കുള്ള യാത്ര കൊണ്ടുള്ള കഷ്ടപ്പാടുകൾക്കിടയിൽ അനുപം മരണപ്പെടുകയും പിന്നീട് രൂപ ഗോസ്വാമി ഒറ്റയ്ക്കാണ് മഹാപ്രഭുവിന്റെ ദർശനത്തിനായിട്ട് അവിടെ മഹാപ്രഭുവിന്റെ അടുക്കൽ എത്തുന്നത്. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. അത് തന്നെയുമല്ല, ജീവ ഗോസ്വാമിയാണ് ആ കുടുംബത്തിലുള്ള ഒരു ആൺതരി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വളരെ ലാളിച്ചാണ് വളർത്തിയത്. അതുപോലെ തന്നെ ജീവ ഗോസ്വാമി സംസ്കൃതത്തിലൊക്കെ അസാമാന്യ പാഠവും കാണിച്ചിരുന്നു. ശ്രീമദ് ഭാഗവതമായിരുന്നു ജീവ ഗോസ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത്. ആരും കൃഷ്ണനെ കുറിച്ചിട്ടല്ലാതെ വേറൊന്നിനെ കുറിച്ചിട്ട് തന്നെ ജീവ ഗോസ്വാമിയോട് ആരും തന്നെ സംസാരിച്ചിരുന്നില്ല. അപ്പൊ അദ്ദേഹം എപ്പോഴും തന്റെ അച്ഛൻ വേർപിരിഞ്ഞതിലുള്ള ദുഃഖം, പിന്നെ മഹാപ്രഭുവിനെ എങ്ങനെയെങ്കിലും ദർശനം എടുക്കണമെന്നുള്ള ആ ആഗ്രഹം, അങ്ങനെ ഇത് രണ്ടും കൊണ്ട് ഇങ്ങനെ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും മൂർച്ഛിച്ച് വീണു കിടക്കുമായിരുന്നു. ആ സമയത്തൊക്കെ കൂട്ടുകാരാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ തിരികെ ബോധത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ കൂട്ടുകാർ പറഞ്ഞു, നിന്റെ ഈ ദുഃഖം മാറണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, നവദ്വീപിലേക്ക് പോകും. അപ്പം നവദ്വീപില് നിത്യാനന്ദ പ്രഭു ഉണ്ട്. അവിടെ നിത്യാനന്ദ പ്രഭു ആ നവദ്വീപിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഉണ്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിനറിയാം ജീവ ഗോസ്വാമിയെ കുറിച്ചിട്ട്. അപ്പൊ ജീവ ഗോസ്വാമി അങ്ങനെ നവദ്വീപിലേക്ക് പോകാൻ തയ്യാറാകുകയും ഇത് മനസ്സിലാക്കി നിത്യാനന്ദ പ്രഭു, ഹർദായിലായിരുന്നു നിത്യാനന്ദ പ്രഭു ആ സമയത്ത്, ഹർദായിൽ നിന്നും നവദ്വീപിലേക്ക് വന്ന് ശ്രീവാസ പണ്ഡിറ്റിന്റെ വീട്ടില് താമസിക്കുകയും ചെയ്തു. അങ്ങനെ ജീവ ഗോസ്വാമി ശ്രീവാസ പണ്ഡിറ്റിന്റെ വീട്ടിലെത്തി നിത്യാനന്ദ പ്രഭുവിനെ മുറ്റത്ത് വെച്ച് തന്നെ നമസ്കരിക്കുകയും നിത്യാനന്ദ പ്രഭു വന്ന് ജീവ ഗോസ്വാമിയെ എഴുന്നേൽപ്പിച്ചിട്ട് ആലിംഗനം ചെയ്യുകയും വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസം ജീവ ഗോസ്വാമിയും
നിത്യാനന്ദ പ്രഭു അവിടെ താമസിച്ചു. ജീവ ഗോസ്വാമിക്ക് മഹാപ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിത്യാനന്ദ പ്രഭു പറഞ്ഞു കൊടുത്തു. പാസ്റ്റ് ടൈംസ് എല്ലാം തന്നെ വിവരിച്ച് ജീവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ജീവ ഗോസ്വാമിയെ നിത്യാനന്ദ പ്രഭു ശചിമാതയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ ശചിമാത മഹാപ്രഭുവിന്റെ വിരഹത്തിൽ ഇങ്ങനെ ദുഃഖിച്ച് കഴിയുകയാണ്. ശചിമാതയ്ക്ക് വയസ്സായി, ഒരു വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. മുടിയൊക്കെ നല്ല വെളുത്തിട്ട് നരച്ചു മുടിയല്ല. അങ്ങനെ വയസ്സായി എപ്പോഴും മഹാപ്രഭുവിനെ പറ്റി ചിന്തിച്ച് ദുഃഖിതയായിട്ട് കഴിയുകയാണ് ശചിമാത. അങ്ങനെ ശചിമാതയുടെ വീട്ടില് എത്തി. അപ്പൊ നിത്യാനന്ദ പ്രഭു വന്നതായിട്ട് ശചിമാത മനസ്സിലാക്കി. അപ്പം ആ വീടിന്റെ ഉമ്മറത്ത് വരാന്തയില് ഇങ്ങനെ കണ്ണുമടച്ച് മഹാപ്രഭുവിനെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു ശചിമാത. അപ്പം നിത്യാനന്ദ പ്രഭു വന്നതായിട്ട് മനസ്സിലാക്കുകയും അപ്പം മഹാപ്രഭു ഈശാനനെ ശചിമാതയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അപ്പൊ ഈശാനനെ വിളിച്ചിട്ട് ശ്രീപാദര് വന്നിട്ടുണ്ട്, ശ്രീപാദരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈശാനൻ നിത്യാനന്ദ പ്രഭുവിന്റെ കാലുകൾ കഴുകി അദ്ദേഹത്തെ ശചിമാതയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം നിത്യാനന്ദ പ്രഭു ജീവ ഗോസ്വാമിയെ ശചിമാതയ്ക്ക് പരിചയപ്പെടുത്തി. അപ്പൊ ശചിമാത ജീവ ഗോസ്വാമിയെ അനുഗ്രഹിച്ചിട്ട് അവിടെ കുറച്ച് ദിവസം ശചിമാതയോടൊപ്പം താമസിക്കാനായിട്ട് നിത്യാനന്ദ പ്രഭുവിനോട് ജീവ ഗോസ്വാമിയോട് ആവശ്യപ്പെടുകയും അവരങ്ങനെ കുറച്ച് ദിവസം ശചിമാതയോടൊപ്പം മഹാപ്രഭുവിന്റെ ഗൗരഹരിയുടെ ഗൃഹത്തിൽ താമസിക്കുകയും ചെയ്തു. ആ സമയത്ത് ജീവ ഗോസ്വാമിയെ നിത്യാനന്ദ പ്രഭു കൂട്ടിക്കൊണ്ടുപോയി നവദ്വീപ് മണ്ഡല പരിക്രമ നടത്തി. എല്ലാ സ്ഥലങ്ങളും, നവദ്വീപിന്റെ ഓരോ സ്ഥലത്തിന്റെ പ്രാധാന്യങ്ങളും അതെങ്ങനെ ആ സ്ഥലങ്ങൾക്കെല്ലാം ഓരോ പേരുകൾ കിട്ടി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് നമുക്ക് നവദ്വീപ് മണ്ഡല പരിക്രമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നവദ്വീപിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവിടെ മഹാപ്രഭുവിന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ആ സ്ഥലത്തിന് എങ്ങനെ പേര് കിട്ടി ഇതെല്ലാം വിശദമായിട്ട് ജീവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് നിത്യാനന്ദ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ജീവ ഗോസ്വാമി കാശിയിലേക്ക് വരും. ആ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു കാശിയിലുണ്ട്. കാശിയിൽ വന്ന മഹാപ്രഭുവിന്റെ അടുത്ത് വരികയും മഹാപ്രഭു പിന്നെ ദണ്ഡ നമസ്കാരം ചെയ്യും. നമസ്കാരം ചെയ്തിട്ട് മഹാപ്രഭു ആലിംഗനം ചെയ്യും. അവിടെ കുറച്ച് ദിവസം ജീവ ഗോസ്വാമി മഹാപ്രഭുവിനോടൊപ്പം താമസിക്കുകയും ചെയ്യും. ആ കാലയളവില് എല്ലാ കാര്യങ്ങളും നിത്യാനന്ദ പ്രഭു പറഞ്ഞു കൊടുത്തത് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജീവ ഗോസ്വാമിക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് വൃന്ദാവനത്തിലേക്ക് അയക്കുകയും ചെയ്യും. എന്നിട്ട് തന്റെ അമ്മാവന്മാരായ രൂപ ഗോസ്വാമിയോട് സനാതന ഗോസ്വാമിയോടൊപ്പം വൃന്ദാവനത്തിൽ ചേർന്ന് പോയി അവരോടൊപ്പം താമസിക്കാന് ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ജീവ ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് വരും. വൃന്ദാവനത്തിലേക്ക് വന്ന് അവരോടൊപ്പം താമസിക്കുകയും ചെയ്യും. അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും ചെയ്യും. അപ്പം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം പാകം ചെയ്യുക, അവർക്ക് കുളിക്കാനായിട്ട് ജലം യമുന നദിയിൽ നിന്ന് കൊണ്ടുവരിക, ഇതെല്ലാം ജീവ ഗോസ്വാമിയാണ് ചെയ്തിരുന്നത്. അപ്പൊ രൂപ ഗോസ്വാമി ജീവ ഗോസ്വാമിക്ക് ദീക്ഷ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രൂപ ഗോസ്വാമി അവിടെയുള്ള ഒരു ബ്രാഹ്മണൻ, രൂപ് നാരായണൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതനാണ്. രൂപ ഗോസ്വാമിയുടെ മഹത്വം നമുക്കറിയാം. പക്ഷെ രൂപ ഗോസ്വാമി അങ്ങേയറ്റം എളിമത്വമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആരുടെ മുമ്പിലും ഞാൻ ഇന്ന ആളാണെന്ന് കാണിക്കുക അങ്ങനെ ഒരു സ്വഭാവം ഇവർക്ക് ആർക്കുമേ ഇല്ല. ഷഡ്ഗോസ്വാമിമാർക്ക് ആർക്കുമേ ഇല്ല. അവര് എളിമത്വത്തിന്റെ ഒരു മൂർത്തിമത് ഭാവങ്ങളായിരുന്നു. ഇപ്പൊ രൂപ് നാരായണൻ ഒരു ദിവസം രൂപ ഗോസ്വാമിയുടെ മുൻപിൽ വന്നിട്ട് തന്റെ പാണ്ഡിത്യം വിളമ്പി. അപ്പൊ രൂപ ഗോസ്വാമി ഇത് കേട്ടിട്ട് അദ്ദേഹം എന്താ ധരിച്ചത്, രൂപ ഗോസ്വാമിയെ തോൽപ്പിക്കാം എന്നാണ് ചിന്തിച്ചത്. പക്ഷെ അത് നടന്നില്ല. രൂപ ഗോസ്വാമി വളരെ വിനയത്തോടെ പറഞ്ഞു, എനിക്ക് ഇതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എനിക്ക് സംസ്കൃതം ഇതിലൊന്നും വലിയ പാണ്ഡിത്യം ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. ഈ വിവരം ജീവ ഗോസ്വാമി അറിഞ്ഞു. ജീവ ഗോസ്വാമിക്ക് ഇത് സഹിച്ചില്ല. തന്റെ ഗുരുവിനെ അപമാനിക്കുക, അപ്പൊ അങ്ങനെയുള്ളവരോട് തിരിച്ച് പകരം വീട്ടണമെന്നായി ജീവ ഗോസ്വാമി. പക്ഷെ രൂപ ഗോസ്വാമി വിലക്കി. അത് അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. നമ്മള് ഭഗവാന്റെ സേവകരാണ്, നമ്മൾ ഒരിക്കലും ഇതിന് പകരം ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും രൂപ ഗോസ്വാമി അറിയാതെ ജീവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയും അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഈ വിവരം രൂപ ഗോസ്വാമി അറിയും. അപ്പൊ രൂപ ഗോസ്വാമി ജീവ ഗോസ്വാമിക്ക് നല്ല ശിക്ഷ കൊടുക്കും.
അദ്ദേഹം പറയും ഇനി മേലാൽ എന്നെ കാണാൻ വരരുത്, അതിന്റെ കൂടെ നീ ഇനി താമസിക്കണ്ട എന്ന് പറഞ്ഞ് ജീവ ഗോസ്വാമിയെ പുറത്താക്കും. അപ്പൊ ജീവ ഗോസ്വാമിക്ക് വളരെയധികം സങ്കടമായിട്ട് രൂപ ഗോസ്വാമി താമസിക്കേണ്ടിടത്തു നിന്നും ഒരു 45 മിനിറ്റ് ദൂരത്തില് അവിടെ ഒരു മുതലയുടെ മാളമുണ്ട്. ആ മുതല അവിടെ വസിച്ചിരുന്നതാണ്, ഇപ്പൊ ഇല്ല. ആ മാളത്തിന്റെ ഉള്ളില് കയറി ഇരിപ്പാവും. അവിടെ ഇരുന്നും കൊണ്ട് സങ്കടപ്പെട്ട് ഭഗവാന്റെ ഭജനത്തിൽ ഏർപ്പെടും. ഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കില്ല, അങ്ങനെ ഉപവാസം അനുഷ്ഠിക്കും. അപ്പം ഈ വിവരം സനാതന ഗോസ്വാമി എങ്ങനെയോ അറിയും. സനാതന ഗോസ്വാമി വന്ന് ജീവ ഗോസ്വാമിയെ കൂട്ടിക്കൊണ്ട് രൂപ ഗോസ്വാമിയുടെ അടുത്ത് വന്ന് രൂപ ഗോസ്വാമിയെ ശാസിക്കും. അവന് പക്വതയായിട്ടില്ല, പക്ഷെ നമ്മളൊക്കെ മെച്യൂരിറ്റി എത്തിയതാണ്. നമ്മളൊക്കെ ഭഗവാന്റെ ആ ശുദ്ധഭക്തർ എന്ന തലത്തിൽ എത്തിയവരാണ്. നമ്മളാണ് ഇവരെയൊക്കെ തിരുത്തേണ്ടത്. ഇനി എന്തുകൊണ്ട് അവനെ ശിക്ഷിച്ചു? അവന് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ് രൂപ ഗോസ്വാമിയെ കൊണ്ട് ജീവ ഗോസ്വാമിക്ക് മാപ്പ് കൊടുപ്പിക്കുകയും അങ്ങനെ വീണ്ടും രൂപ ഗോസ്വാമിയുടെ ശിഷ്യനായിട്ട് ജീവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയും ചെയ്യും. അപ്പൊ സനാതന ഗോസ്വാമിയുടെയും രൂപ ഗോസ്വാമിയുടെയും ഗ്രന്ഥങ്ങൾക്ക് പ്രൂഫ് റീഡിംഗ് നടത്തും. ഇവര് മൂല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ജീവ ഗോസ്വാമിയോട് പറയും ഇതിനെല്ലാം പ്രൂഫ് റീഡിംഗ് നടത്താനായിട്ട് ആവശ്യപ്പെട്ടു. വളരെ സമർത്ഥമായിട്ട് തന്നെ ജീവ ഗോസ്വാമി ആ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവർക്കെല്ലാം വളരെയധികം സന്തോഷമാകും. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ ആ പരമസത്യം, അതായത് ഷഡ് സന്ദർഭം, അത് എല്ലാം സനാതന ഗോസ്വാമി എഴുതും. പക്ഷെ അതെല്ലാം വിപുലീകരിച്ചിട്ട് ജീവ ഗോസ്വാമി, അത് മൂലഗ്രന്ഥമായിട്ട് എഴുതും. പക്ഷെ അതെല്ലാം ജീവ ഗോസ്വാമി വളരെയധികം വിപുലീകരിച്ച് വലിയൊരു ഗ്രന്ഥമായിട്ട് മാറ്റും. അതുപോലെ തന്നെ വ്യാകരണം, സംസ്കൃത വ്യാകരണത്തെ കുറിച്ച് 3 ഗ്രന്ഥങ്ങൾ എഴുതും. ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങള് ജീവ ഗോസ്വാമിയുടേതായിട്ടുണ്ട്. ഭാഗവത ദശമസ്കന്ധത്തിന് 2 ടിപ്പണി എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ഗോപാലചമ്പു എന്നും വളരെ പ്രശസ്തമാണ് ജീവ ഗോസ്വാമിയുടെ ഗോപാലചമ്പു. ഭാനുസ്വാമി മഹാരാജ ഗോപാലചമ്പുവിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ജീവ ഗോസ്വാമിയുടെ ഗോപാലചമ്പു. ജീവ ഗോസ്വാമിയുടെ പേരിന് BBT ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് ജീവ ഗോസ്വാമിയുടെ പേരിന് കൊടുത്തിരിക്കുന്ന നിർവചനം വളരെ രസകരമായിട്ടുള്ള ഒരു നിർവചനമാണ്. ജീവ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന ആളാണ് ജീവ എന്ന് പറഞ്ഞാലെന്നാണ് BBT അതിനെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. ജീവ ഗോസ്വാമി 25 ഗ്രന്ഥങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 25ഉം വളരെ മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതായത് പിന്നീട് ഒരു പേര് BBT പറയുന്നത് ജീവകഹ എന്നാണ്. ജീവകഹ എന്ന് പറഞ്ഞാല് ജീവാത്മാക്കൾക്ക്, അതായത് അതീന്ദ്രിയ ശബ്ദം കൊടുക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തില് ജീവകഹ എന്നുള്ള വ്യാഖ്യാനവും ജീവ ഗോസ്വാമിയുടെ പേരിന് കൊടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ള ജീവ ഗോസ്വാമിയുടെ ബന്ധം, മഹാപ്രഭുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഗാഠമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ജീവ ഗോസ്വാമിക്ക് ഉണ്ടായിരുന്നത്. ജീവ ഗോസ്വാമിയുടെ സമാധി നമുക്ക് രാധാ ദാമോദരൻ ടെമ്പിളിന്റെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീല പ്രഭുപാദര് ദിവസവും വൃന്ദാവനത്തിലെ രാധാ ദാമോദര ക്ഷേത്രത്തിൽ താമസിക്കുന്ന സമയത്ത് ജീവ ഗോസ്വാമിയുടെ സമാധിക്ക് മുന്നിൽ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ സഹായിക്കണം സഹായിക്കണം എന്ന്. ഞാൻ എൻ്റെ ഗുരുനാഥന്റെ നിർദ്ദേശങ്ങൾ ഞാൻ എങ്ങനെ നടപ്പിലാക്കും? എനിക്ക് ഒന്നുമേ അറിയില്ല. ഞാൻ എങ്ങനെ അമേരിക്കയിലേക്ക് പോകും? എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് രൂപ ഗോസ്വാമിയോടും ജീവ ഗോസ്വാമിയോടും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ആ രാധാ ദാമോദര ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു ബ്രാഹ്മണൻ ശ്രീല പ്രഭുപാദരുടെ ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. ജീവ ഗോസ്വാമി ദർശനം കൊടുക്കുകയും ഭയപ്പെടേണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോളൂ, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഒപ്പം ഉണ്ട്, എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാമെന്ന് ജീവ ഗോസ്വാമി വന്ന് സ്വപ്നത്തിൽ വന്ന് ദർശനം കൊടുത്തിട്ട് പറയുകയും ചെയ്തതായിട്ട് ശ്രീല പ്രഭുപാദരിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
രാധാ ദാമോദരന്റെ വിഗ്രഹത്തെ രൂപ ഗോസ്വാമി ആ വിഗ്രഹത്തിന്റെ ആരാധന ജീവ ഗോസ്വാമിയെ ഏൽപ്പിക്കുകയും അങ്ങനെ രാധാ ദാമോദര ക്ഷേത്രത്തില് ജീവ ഗോസ്വാമി താമസിച്ചുകൊണ്ട് ഈ രാധാ ദാമോദരന്റെ ആരാധനയില് മുഴുകുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ സമാധി നമുക്ക് കാണാൻ സാധിക്കും. 1542 ജീവ ഗോസ്വാമി ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. ഇദ്ദേഹം കൃഷ്ണ ലീലയിലെ, അതായത് ഗോലോകത്തിലെ ഏത് മനുഷ്യരെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഒരാളിനെ കൂടി പറയാം. ഇനി രഘുനാഥ ഭട്ട ഗോസ്വാമി. അങ്ങനെ നമുക്ക് ഷഡ് ഗോസ്വാമിമാരെ കുറിച്ചുള്ളത് എന്ന് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. രഘുനാഥ ഭട്ട ഗോസ്വാമിയെ കുറിച്ചിട്ടാണ്. രഘുനാഥ ഭട്ട ഗോസ്വാമിയെ കുറിച്ചിട്ടും വളരെ കുറച്ച് വിവരങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. രഘുനാഥ ഭട്ട ഗോസ്വാമി 1505 ജനിക്കുന്നത്. അതായത് ഈസ്റ്റ് ബംഗാളിലാണ് ജനിക്കുന്നത്. ഭക്തിയോഗ സമ്പ്രദായത്തിൽ, അതായത് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു മാതൃക ആചാര്യനായിട്ടാണ് രഘുനാഥ ഭട്ട ഗോസ്വാമിയെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് തപന മിശ്രയായിരുന്നു. തപന മിശ്ര ഒരു പ്രസിദ്ധ വൈഷ്ണവനാണ്. മഹാപ്രഭുവിന്റെ അനുയായിയാണ് തപന മിശ്ര. തപന മിശ്രയുടെ വിഗ്രഹത്തിലെ നിത്യ സന്ദർശകനായിരുന്നു മഹാപ്രഭു. അങ്ങനെ കുട്ടിക്കാലം മുതല് രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് മഹാപ്രഭുവിന്റെ ദർശനം എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മിക്കപ്പോഴും മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങള് മസാജ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യവും രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. രഘുനാഥ ഭട്ട ഗോസ്വാമി പഠിത്തത്തില് അതീവ സമർത്ഥനായിരുന്നു. പ്രത്യേകിച്ച് സംസ്കൃത വ്യാകരണത്തില് നിപുണനായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രങ്ങളിലും അതീവ നൈപുണ്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അച്ഛന് രഘുനാഥ ഭട്ട ഗോസ്വാമിയെ ജഗന്നാഥപുരിയിലേക്ക് അയച്ചു മഹാപ്രഭുവിന്റെ സമീപത്തേക്ക് അയക്കുകയും അങ്ങനെ 8 മാസം മഹാപ്രഭുവിന് സേവനം ചെയ്ത് പുരിയിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു. മഹാപ്രഭുവിന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന സേവനത്തില് ഏർപ്പെട്ടു. അങ്ങനെ മഹാപ്രഭു ഇദ്ദേഹത്തിന്റെ സേവനത്തിൽ വളരെയധികം സംതൃപ്തനായിട്ട് തന്റെ കഴുത്തിൽ കിടന്ന ഒരു തുളസിമാല ഊരിയെടുത്ത് രഘുനാഥ ഭട്ട ഗോസ്വാമിയെ അണിയിച്ചു. പിന്നീട് രഘുനാഥ ഭട്ട ഗോസ്വാമി തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങുകയും വീണ്ടും അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിയുകയും അച്ഛനമ്മമാരുടെ മരണശേഷം വീണ്ടും ജഗന്നാഥപുരിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അതിനുശേഷം മഹാപ്രഭു രഘുനാഥ ഭട്ട ഗോസ്വാമിയെ വൃന്ദാവനത്തിലേക്ക് അയച്ചിട്ട് രൂപ ഗോസ്വാമിയുടെ സനാതന ഗോസ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രീമദ് ഭാഗവതവും അതുപോലെ തന്നെ മറ്റു പല ഗ്രന്ഥങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്, അതെല്ലാം അവരിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഷഡ് ഗോസ്വാമിമാരോടൊപ്പം അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്തു രഘുനാഥ ഭട്ട ഗോസ്വാമി. അങ്ങനെ ഇവരെ 6 പേരും ഒന്നിച്ചിട്ട് വൃന്ദാവനത്തില് കഴിയാൻ അവർക്ക് ഭാഗ്യം കിട്ടി. എല്ലാവരും പരസ്പരം അവര് സേവനം പങ്കിടുകയും മഹാപ്രഭു പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുകയും എല്ലാം ചെയ്തു. രഘുനാഥ ഗോസ്വാമി ഭൗതിക ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യര് ഗൗരഗോവിന്ദ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം വൃന്ദാവനത്തില് താമസിക്കുകയും ചെയ്തു. ഗൗഡിയ വൈഷ്ണവ പരമ്പരയിലുള്ളവരെല്ലാം തന്നെ രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട ശിഷ്യരുണ്ടായിരുന്നു. ഒന്ന് ഗദാധര ഭട്ട ഗോസ്വാമി, അതായത് ഒരു പ്രസിദ്ധ ഹിന്ദി കവിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള ആചാര്യനായ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതവും കൊടുത്തു, തുളസിമാലയും കൊടുത്തിരുന്നു. അത് രഘുനാഥ ഭട്ട ഗോസ്വാമിയുടെ പിൻഗാമികള ശ്രീമദ് ഭാഗവത ഇന്നും അവര് ഭട്ടാജി കി ഹവേലി എന്ന് വൃന്ദാവനത്തില് പറയുന്ന സ്ഥലത്ത് അവരുടെ കൈവശം ഇപ്പോഴും ആ ശ്രീമദ് ഭാഗവതം ഉണ്ട്. അത് അവിടെ വെച്ചിട്ട് ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. 1579 രഘുനാഥ ഭട്ട ഗോസ്വാമി ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നത്. രഘുനാഥ ഭട്ട ഗോസ്വാമിയും ഏതു മനുഷ്യരെയാണെന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ഒരു ഇരിപ്പിടം, വ്യാസാസനം കൊടുത്തിരുന്നു മഹാപ്രഭു അതിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത്. ആ ഇരിപ്പിടവും രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് മഹാപ്രഭു കൊടുത്തിരുന്നു വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ.
ഈ ഇരിപ്പിടവും ഈ വ്യാസാസനവും ഇന്ന് നമുക്ക് ഭട്ടാജി കി ഹവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാല് വൃന്ദാവനത്തില് അത് നമുക്ക് കാണാന് സാധിക്കും. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മള് ഷഡ് ഗോസ്വാമിമാരുടെ ജീവചരിത്രം അവരുടെ കൃപ കൊണ്ട് നമുക്ക് കുറെയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് അത്യാവശ്യം അറിയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാന് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സില് ഇനിയുള്ള ആചാര്യന്മാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് പാരണ വീടേണ്ടത് കൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ ക്ലാസ് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഏകാദശി പാരണ സമയമായിരിക്കുകയാണ്. അപ്പോൾ മാതാജിയോട് ആദരപൂർവ്വം നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ കൃപതരൂപേക്ഷ കൃപാം സിന്ധുപേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സംഗീതനയജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ.